ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓൺ റൂട്ടഡ് റോസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബഡ്ഡിങ് റോസും വരുന്നുണ്ട് കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ്. ഒരു ലാവണ്ടർ ഷെയ്ഡാണ്, വലിയ പൂക്കളാണ് കേട്ടോ. സാധാരണ നമ്മുടെ മൂഡി ബ്ലൂം പോലെ ചെറിയ പൂക്കളല്ല, വലിയ പൂക്കളാണ്. ഇതിൻ്റെ നമുക്കൊരു 7-8 തൈകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ബുഷി പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്, ഈ ഒരു ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരാം കേട്ടോ. ഫ്ലവർ ചിലപ്പോൾ കൊഴിയാൻ ചാൻസ് ഉണ്ട്, കാരണം നമുക്ക് തിങ്കളാഴ്ച മുതലാണ് കൊറിയർ ഇനിയിപ്പോൾ ഉള്ളത്. അപ്പോൾ തിങ്കളാഴ്ച മുതലെന്ന് പറയുമ്പോൾ നമുക്ക് 2-3 കോമ്പോസ് ഇപ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു പ്ലാന്റ്സ് കൂടെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പോയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് കോമ്പോ അല്ല, ഈ ലാവണ്ടർ ഷെയ്ഡിലൊരു റോസാണ്. അടിപൊളിയാണ്, നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, വലിയ പൂക്കളുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പൂക്കളൊന്നുമല്ല, വലിയ പൂക്കൾ തന്നെയാണ് ഈ ഒരു റോസിന് വരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ഗ്ലേസിങ് ആണ് കേട്ടോ. ഇത് ഒരു നമ്മളെന്താ പറയുക, നെയിൽ പോളിഷൊക്കെ ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തിളങ്ങില്ല, അതുപോലെയാണ് ഈ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. വൈറ്റും ഒരു പീച്ച് ഷെയ്ഡ് സൈഡിലായിട്ട് വരുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റില്ല, ലൈറ്റായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് ആണ്. നമ്മൾ ഈ ഒരു പ്രൈമറൊക്കെ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് ഈ ഒരു റോസിന് വരിക കേട്ടോ. പിന്നെ തേർഡായിട്ട് വന്നിട്ട് ഈ ഒരു റോസാണ്. ഇതിൻ്റെയും നമുക്ക് ഒത്തിരി തൈകളൊന്നുമില്ല, 2-3 തൈകൾ മാത്രമാണ് ഈ ഒരു റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വൈറ്റും നൈസായിട്ടൊരു പിങ്ക് ഷെയ്ഡും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഷെയ്ഡിലാണ് ഈ ഒരു റോസ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പെറ്റലിൻ്റെ അറ്റത്തായിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, അതിൽ നിന്ന് ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, പിന്നെ അത് വൈറ്റ് ആയിട്ട് മാറുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന വെറൈറ്റി പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി തൈകളൊന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. വളരെ കുറച്ച് തൈകൾ മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 2-3 തൈകളാണ്. അപ്പോൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്നവരെ ഫസ്റ്റ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു റോസ് അയച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് പേയ്മെൻറ്റ് നമ്മൾ മാറ്റി വെച്ച്, അതായത് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റി വെക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കത്തില്ല. കാരണം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നമുക്ക് 1-2 പീസായിരിക്കും നെക്സ്റ്റ് നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ആവാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും അയച്ചു കൊടുക്കട്ടെ. ഇത് അടുത്തൊരു റോസാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു കപ്പ് ഷേപ്പ് പോലെ ഇരിക്കും, വളരെ ഭംഗിയാണ്. ഒരു ലൈറ്റ് പിങ്കും വൈറ്റും ഒരു ചന്ദന കളറും, ചന്ദനമല്ല ഒരു ബേബി പിങ്ക് കോമ്പിനേഷനും ഒരു ചെറിയൊരു സാൻഡൽ കളറൊക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു റോസാണ്. വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഒരേ ഒരു പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ 2 പൂക്കളും ഒരു പ്ലാന്റ് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് എന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സെയിം പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടിപൊളിയാണ്, നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട്, വലിയ പൂക്കളാണ്. ഇപ്രാവശ്യം നമ്മുടെ ഓർഡറിൽ നമ്മൾ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെല്ലാം വലിയ പൂക്കളാണ്. പിന്നെ മിനിയേച്ചറിൻ്റെ കളക്ഷൻസ് വേറെ ഉണ്ട്. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള വെറൈറ്റി തന്നെയാണ്, പിങ്കും വൈറ്റും ഒക്കെ. ഓരോ പ്ലാന്റ്സിൻ്റെയും 2-3 സെക്ഷനായിട്ട് കാണിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സെയിം പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നോക്കുമ്പോൾ സെയിം ആയിട്ടുള്ള നമ്മുടെ പാറ്റേണിലായിരിക്കില്ല ഫ്ലവറിങ് വരുന്നത്, വ്യത്യസ്തമായ. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ എല്ലാ പൂക്കളും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. യൂണിഫോമായിട്ട് ഫ്ലവറിങ് ആവുന്ന പ്ലാന്റ്സ് കൊണ്ട്, എന്നാൽ ചെറുത് വരുമ്പോൾ അതിൻ്റെ കളർ കൊണ്ടുമൊക്കെ ഡിഫറെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അതുപോലെ ഡിഫറെൻ്റ് ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. നേരത്തെ കാണിച്ചതും അതിൻ്റെ വേറൊരു ഇതാണ് കേട്ടോ. ആ ഒരു സെയിം പ്ലാന്റിൻ്റെ തന്നെ വേറൊരു ഫ്ലവറാണ്. ഇങ്ങനെയും അതായത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഓരോ പാറ്റേണിലൊക്കെ ഫ്ലവറിങ് ആയി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് പ്ലാന്റ്സ് അയച്ചു തരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. കോൾ ചെയ്യേണ്ട ആരും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ അത്രയും നല്ലത്. സ്ക്രീൻഷോട്ട് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ 1-2 പ്ലാന്റ്സ് ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് റോസാണ് കേട്ടോ. യെല്ലോ എല്ലാ പേരും നമ്മുടെ അടുത്ത് മാംഗോ യെല്ലോ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള യെല്ലോ പ്ലാന്റ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത്. മാംഗോ യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു കപ്പ് ഷേപ്പിൽ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പ് പോലെ ആയിരിക്കും. പക്ഷേ ഇത് ഒരു നമ്മുടെ ഹൈബ്രിഡ് ടീ വെറൈറ്റീസ് പോലെ ഇങ്ങനെ ചുരുണ്ട ഇലയും ചുരുണ്ട ലീഫ് പെറ്റൽസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു റോസ് വരുന്നത്. ഏറ്റവും അടിയിൽ ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ്, ചെറുതായിട്ടതും കൊഴിയാൻ നേരം മാത്രം ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കൂടെ കയറി വരുന്നുണ്ട്.
അടിപൊളിയായിട്ടുള്ള റോസാണ്. ഇതും യെല്ലോ ആണ്, നാടനല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് കേട്ടോ. പിന്നെ യെല്ലോയുടെ കൊത്ത് റോസും വരുന്നുണ്ട്, മിനിയേച്ചർ ടൈപ്പ്. നമ്മുടെ ഓൺ റൂട്ടഡ് മിനിയേച്ചർ അല്ല, അല്ലാണ്ട് ബഞ്ചായിട്ട് പൂക്കുന്ന മിനിയേച്ചർ ടൈപ്പിൻ്റെയും പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ലോഡിൽ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. അത് നമ്മൾ വളരെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണ നമ്മളൊരു ലെങ്ത് വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ലെങ്തായിട്ട് വീഡിയോ ചെയ്യേണ്ട, കുറച്ചായിട്ട് ചെയ്താൽ അവർക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ ഇത് വന്നിട്ട് പിങ്ക്, ദ ഫെയറി പിങ്ക് എന്ന് പറയുന്ന റോസാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് തൈകളും നാടൻ ബഡ്ഡിങ് തൈകളും വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ്സാണ്. ഇതെന്നും പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊലയായിട്ട് നിറയെ പൂക്കുന്ന ഒരു ടൈപ്പാണിത്. അതിൻ്റെ ഫ്ലവറിങ് ആണ് കേട്ടോ. ഈ സെയിം പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉള്ള, തീരെ ചെറിയ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല, അത്യാവശ്യം ബുഷി ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതിൻ്റെ ഇത്രയും പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞ് എടുക്കുന്നതല്ല. നമ്മൾ ആ ഉള്ള പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്ന് 20 പ്ലാന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൽ 5 പ്ലാന്റ്സേ കൊള്ളാവുന്നുണ്ടെങ്കിൽ 5 പ്ലാന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ തന്നെ ചന്ദ്രിക റോസ് എന്ന് പറയുന്ന റോസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 25 തൈകൾ മാത്രമേ ചന്ദ്രിക റോസിൻ്റെ വന്നിട്ടുള്ളൂ. അതിൽ നാടൻ ബഡ്ഡിങ് മിക്സഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നമ്മുടെ വെറൈറ്റീസ് ആയിട്ടുള്ള ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്ലാന്റ്സ് മേടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് റോസസ് ഉണ്ടാവും വെറൈറ്റി ആയിട്ടുള്ള, അതൊക്കെ നമ്മുടെ ലോഡിൽ വരും. പക്ഷേ 1, 2, 3 തൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വരുന്ന ലോഡ് നിങ്ങൾ നോക്കുക, അതിനകത്ത് നിന്ന് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെയും ഒരു 25 തൈകൾ നമുക്ക് ഓൺ റൂട്ടഡ് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സെയിം സൈസിലുള്ള പ്ലാന്റ്സിനാണ്, അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തീ കത്തുന്നത് പോലെ നിൽക്കുന്ന ഒരു ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും പിന്നെന്താ ഒരു റെഡ് ഷെയ്ഡൊക്കെ മിക്സഡ് ആയിട്ട് വരുന്ന കരിഷ്മ റോസാണ്. കൂടുതലായിട്ട് നമ്മൾ കരിഷ്മ റോസ് കണ്ടിട്ടുള്ളത് ബഡ്ഡിങ് തൈകളായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഓൺ റൂട്ടഡ് കരിഷ്മ റോസിൻ്റെ തൈകളാണ്. കരിഷ്മ റോസ് വെച്ചിട്ട് നമ്മളൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 നാടൻ റോസിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 നാടൻ റോസ് 800 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 നാടൻ റോസ് സ്വന്തമാക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ആ കോംബോ ഇപ്പോഴും നമുക്ക് നിലവിൽ റണ്ണിങ് ആണ്. നമ്മൾ കുറച്ചുകൂടെ പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവരും മെസ്സേജ് ഇടുക കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മിനിയേച്ചർ ആയിട്ടുള്ള ഓറഞ്ച് മിനിയേച്ചറാണ്. ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് കാരണം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഓറഞ്ച് മിനിയേച്ചറാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു 25 തൈകൾ മാത്രമാണ് ഇപ്രാവശ്യത്തെ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഡീല മാൽമേസൺ വരുന്നുണ്ട്. ഡീല മാൽമേസൻ്റെയും നമ്മൾ രണ്ടാമത്, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു 10 പ്ലാന്റ്സോ 15 പ്ലാന്റ്സോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിൽ. അതിന് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയോ ലക്കിന് കിട്ടിയതാണ് കേട്ടോ. ഒരു 50 തൈകളോളം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഡീല മാൽമേസൺ, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മിനിയേച്ചറിൽ തന്നെ 10, 15, 17 വെറൈറ്റീസോളം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് നാടൻ ഓറഞ്ച്, കരിഷ്മ റോസ്, സമ്മർ സ്നോ, അഹല്യ, പിങ്ക് മിനിയേച്ചർ, ചന്ദ്രിക റോസ്, ഫെയറി പിങ്ക്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മളിന്ന് മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാശ്മീരി റോസൊക്കെ സെലക്ട് ചെയ്യാം. കാരണം എന്നും പൂക്കൾ തരും. ഒത്തിരി കെയറോ കാര്യങ്ങളോ ഓവർ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. റോസ് നട്ട് വളർത്താനായി തുടങ്ങുന്നവരുണ്ടാവും. ഒരുപാട് പേരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ റോസിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം കാരണം റോസ് മേടിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് റോസസ്, അല്ലെങ്കിൽ കാശ്മീരി റോസസൊക്കെ മേടിച്ച്, നമ്മുടെ പിങ്ക് ബട്ടൺ അതുപോലത്തെ റോസസൊക്കെ മേടിച്ച് ജസ്റ്റ് ഒന്ന് ഒരു 5-6 റോസ് വളർത്തി പരിചയമായ ശേഷം വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിൽ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് വല്ലപ്പോഴും ചാണകപ്പൊടിയോ മുട്ടത്തോടോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും, നമ്മുടെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്, തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായട്ടിൻ്റെ വേസ്റ്റ് കിട്ടുമല്ലോ ബാക്കി, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു പരിഭവവും ഇല്ലാതെ നല്ലപോലെ പൂക്കുന്ന ടൈപ്പാണ് ഈ മിനിയേച്ചർ ടൈപ്പും അതേപോലെ ഈ ഒരു കാശ്മീരി ടൈപ്പൊക്കെ കേട്ടോ.
പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഐ ഡി കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോസ് റയറസ്റ്റ് വെറൈറ്റി ആണ്. നമുക്കധികം അങ്ങനെ സെയിലിന് ആരും കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും റയർ വെറൈറ്റിയാണ്. നമുക്കിതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിലുള്ള തൈകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മാക്സിമം തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് കൂടെ കാണിച്ചിട്ട്, പിന്നെ സൈസ് ഒരുപാട് നമുക്കിപ്പോൾ ഇടാനും പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട്